നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫോണുകളിൽ ഒരുപാട് കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫോണുകളെന്ന് ഉറപ്പിച്ച് പറയാൻ, ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ഫോണിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രണ്ട് സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 7 പ്രോയും സാംസങ്ങിൻ്റെ M30 എന്നൊരു ഫോണും. അപ്പോൾ നമുക്ക് M30 എന്ന ഈ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് വളരെയധികം നല്ല കുറച്ച് സ്പെസിഫിക്കേഷൻസ് കിട്ടുകയും അതിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് കുറച്ച് ലീക്ക് ആയിട്ടുണ്ട്. സോ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് സാംസങ് M30യുടെ സ്പെസിഫിക്കേഷൻസും അത് റെഡ്മി നോട്ട് 7 പ്രോയ്ക്ക് കോമ്പറ്റീഷൻ ആവുമോ എന്നുള്ളതൊക്കെയാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നമ്മുടെ ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഡിസ്പ്ലേ 6.38 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 19:5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഡിസ്പ്ലേ ഉള്ളത്. ഒരു നോച്ച് കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ, അതും വി ഷേപ്ഡ് നോച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ നോച്ച് ഡിസ്റ്റർബ് ആയിട്ട് തോന്നത്തില്ല. അടുത്തെന്ന് പറയുന്നത് ബാറ്ററി 5000 mAh നമുക്ക് M10ലും M20ലും കണ്ട പോലെ തന്നെ ഒരു ബിഗ് ബാറ്ററി തന്നെയാണ് M30ലും കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫാസ്റ്റ് ചാർജ് കൂടി അവൈലബിൾ ആണ്. കൂടാതെ തന്നെ USB Type-C പോർട്ട് കൂടി അവൈലബിൾ ആണ്. അടുത്തത് പ്രോസസ്സർ. നമ്മുടെ ഫോണിൽ പെർഫോമൻസ് ബേസ്ഡ് നോക്കുമ്പോൾ പ്രോസസ്സർ തീർച്ചയായിട്ടും മാറേണ്ട നിർബന്ധമാണ്. ഇതിൽ നമുക്ക് തരുന്നത് Exynosന്റെ 7904 എന്നുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അറൗണ്ട് ഈ ഫോൺ വരുന്ന ബഡ്ജറ്റിൽ ഇതിലൊരു ആവറേജ് ഓക്കെ പ്രോസസ്സറാണ്. അധികം മോശം എന്ന് പറയാനുള്ള, അധികം നല്ലതെന്ന് പറയാൻ പറ്റാത്ത ഒരുവിധം നല്ല പ്രോസസ്സർ തന്നെയാണ് നമുക്ക് സാംസങ്ങിൻ്റെ M30യിൽ വരാനായിട്ട് പോകുന്നത്. പിന്നെ അവർ ഈ ഫോണിനെ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ് ചെയ്യാൻ പോകുന്നതും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഫോൺ വാങ്ങാൻ പോകുന്നതും വരെയുള്ളൊരു കാരണമാണ് ഈ ഫോണിൻ്റെ ക്യാമറ. കാരണം ഈ ഫോണിൻ്റെ ക്യാമറ അവർ വളരെയധികം ശ്രദ്ധിച്ചു വെച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ ലഭിക്കുന്നത് 3 ക്യാമറയാണ്. 13 MP, 5 MP, പിന്നെ ഒരു 5 MP. അങ്ങനെ 3 സെൻസറുകളാണ് ഇതിൻ്റെ റിയർ ക്യാമറയിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 MP സിംഗിൾ ക്യാമറ. അപ്പോൾ ക്യാമറ ബേസ്ഡ് ആണ് ഈ ഫോൺ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റെല്ലാ ആസ്പെക്റ്റിലും ഈ ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണ്. എങ്കിൽ പോലും ക്യാമറയിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ടീനേജേഴ്സ് ഇപ്പോൾ ക്യാമറയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്കറിയാം. M10, M20യിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്കൊരു ഫിംഗർ പ്രിന്റ് സ്കാനർ ലഭിക്കും. ഫ്രണ്ടിൽ ഫേസ് അൺലോക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും. 2 വേരിയൻസിലാണ് ഫോൺ വരാനായിട്ട് പോകുന്നത്. 4GB 64GB ആൻഡ് 6GB 128GB. ഈ 2 വേരിയന്റിലാണ് വരുന്നത്. നമ്മൾ ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ സംസാരിച്ചു അല്ലേ. പെർഫോമൻസ് വൈസ് നല്ലതാണ്, ലുക്ക് വൈസ് നല്ലതാണ്, ക്യാമറ വൈസ് നമുക്ക് ഇനി ഫോൺ വന്നാലേ അറിയത്തുള്ളൂ. ഓൺ ദ പേപ്പർ സ്പെക്സ് എല്ലാ ആസ്പെക്റ്റിലും ഈ ഫോൺ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലോട്ട് കിടക്കുമ്പോൾ പ്രൈസ് റേഞ്ചാണ് വളരെ അധികം നല്ല രീതിയിൽ തന്നെയാണ് അവർ വെക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോണിന് തന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് പ്രൈസ് റേഞ്ചും വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന് ഏകദേശം നമുക്ക് കിട്ടിയ ലീക്സ് പ്രകാരം, ഈ ലീക്കൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീക്ക് കണ്ടിട്ട് ഇനി ഒറിജിനൽ ഫോൺ ലോഞ്ചിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്നെ വന്ന് പൊങ്കാലിട്ടൊരു കാര്യമില്ല. കാരണം ഈ ഫോൺ എനിക്ക് കിട്ടിയ സ്പെസിഫിക്കേഷൻ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാതിരിക്കാം. അപ്പോൾ ഇതിൽ ബേസ് വേരിയൻ്റായ 4+64GB വില അപ്രോക്സ് വരുന്നത് 15K to 70K, ഇത് രണ്ടിൻ്റെ അടിയിലായിരിക്കും എന്നാണ് പറയുന്നത്. 50K to 70K എന്ന് പറയുമ്പോൾ 15000 മുതൽ 17000 രൂപയുടെ അടിയിൽ എവിടേക്കിലായിരിക്കും. അതുപോലെ തന്നെ അപ്പർ വേരിയൻ്റ് വരുന്നത് ഏകദേശം അപ്രോക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 17K to 90K ആണ് പറയുന്നത്. അത് നമുക്ക് ഫോൺ ഇറങ്ങിയാൽ മാത്രമേ ക്ലാരിഫൈ ആവുള്ളൂ. അപ്പോൾ ഇത് റെഡ്മി നോട്ട് 7 കോമ്പറ്റീഷൻ ആണോ? തീർച്ചയായിട്ടും. കാരണം റെഡ്മി നോട്ട് 7 ഏകദേശം ഇതേ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതിൽ 48 MP ക്യാമറ ഉണ്ട്. എല്ലാ ആസ്പെക്ട് വൈസും സ്നാപ്ഡ്രാഗൺ 660 ഉണ്ട്. അപ്പോൾ അതിന് തീർച്ചയായും ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 2 ഫോണിനും വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏത് ഫോണാണ് നല്ലത് എന്ന് നമുക്ക് ഫോൺ ലോഞ്ച് ചെയ്യുന്ന ശേഷം തീരുമാനിക്കാം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാമെന്ന് ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ വരും. അതുവരെ ബൈ.